മെട്രോ റെയിലിന്റെ നിർദ്ദിഷ്ട റൂട്ട് നഗരത്തിലെ വ്യവസായ രംഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക. റൂട്ട് മാറ്റുകയോ ഭൂഗർഭപാത നിർമ്മിക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശമാണ് വ്യാപാരി സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആലുവയിൽ നിന്നും കളമശ്ശേരി, ഇടപ്പള്ളി, പാലാരിവട്ടം, കലൂർ എന്നിവിടങ്ങളിലൂടെ MG റോഡ് വഴി പനമ്പള്ളി നഗർ, കടവന്ത്ര, വൈറ്റില കടന്ന തൃപ്പൂണിത്തുറ പേട്ട വരെ 25 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട കൊച്ചി മെട്രോ റെയിൽ പദ്ധതി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള റോഡായ MG റോഡിന് മുകളിലൂടെ 3.5 കിലോമീറ്റർ ദൂരത്തിലാണ് പാത പോകുക. വാണിജ്യ കേന്ദ്രമായ ഇവിടെ പാതയുടെ നിർമ്മാണം നടക്കുന്ന കാലമത്രയും ഗതാഗതം തടസ്സപ്പെടുന്നത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വ്യാപാര സമൂഹത്തിന്റെ ആശങ്ക. അതിനാൽ പാലാരിവട്ടം വൈറ്റില ബൈപ്പാസ് വഴി റെയിൽപാത തിരിച്ചുവിടണം എന്നാണ് ആവശ്യം. അതല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളെയും MG റോഡിനെയും തടസ്സപ്പെടുത്താതെ ഭൂഗർഭപാത നിർമ്മിക്കാനുള്ള നിർദ്ദേശമാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സിനുള്ളത്. ഒരു 30 to 50% ഈ പറയുന്ന 6-8 കിലോമീറ്ററുകൾക്ക് വരുന്ന അധിക ചെലവുകൾ നമ്മൾ ലാൻഡ് അക്വിസിഷൻ വഴി ചെലവാകാൻ പോകുന്ന ആ എമൗണ്ട് കണക്കിലാക്കിയാൽ പോലും ഇതിൽ വരുന്നില്ല. എങ്കിൽ പോലും ഇനി കുറച്ച് എമൗണ്ട് കൂടുതലാണെന്ന് വിചാരിക്കാം. നമ്മളൊരു ടൗണിനെ നശിപ്പിച്ചുകൊണ്ട് തന്നെ വേണം ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കണം എന്ന് പറയുന്നതിൽ ആ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ജലാംശം കൂടുതലുള്ള സ്ഥലം എന്നതും കൂറ്റൻ സീവേജ് പൈപ്പുകൾ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ, ആയിരക്കണക്കിന് കേബിളുകൾ എന്നിവ ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്നു എന്നതും ഈ നിർദ്ദേശത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മെട്രോ റെയിൽ ഗതാഗതക്കുരു കഴിക്കുമെന്ന കാര്യത്തിൽ എതിരഭിപ്രായമില്ല. പക്ഷേ നഗരത്തിലെ വ്യാപാരം തടസ്സപ്പെടാതെ നിർമ്മാണ ജോലികൾ നടത്താമെന്നും സമയബന്ധിതമായി പണി പൂർത്തിയാക്കാമെന്നുമുള്ള ഉറപ്പാണ് ഇവിടെ വേണ്ടത്. മനോരമ ന്യൂസ്